നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ML അശ്വിനി BJP സ്ഥാനാർത്ഥി. വിജയമുറപ്പെന്നും ഭൂരിപക്ഷം കൂട്ടുവാനാണ് ശ്രമിക്കുകയെന്നും ML അശ്വിനി. വിജയാരവം മുഴക്കി UDF സ്ഥാനാർത്ഥി മാഹിൻ ഹാജിയുടെ റോഡ് ഷോ. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ കളക്ടർ മാഹിൻ ഹാജി പ്രചരണ രംഗത്ത് സജീവമായി. മഞ്ചേശ്വരം മൈമൂന പള്ളിയുടെ ഇഫ്താർ വിരുന്നിലെ താരം സ്പെഷ്യൽ ഉലുവക്കഞ്ഞി. അരനൂറ്റാണ്ടുകാലത്തെ ഒരു മനുഷ്യന്റെ നിശബ്ദ സേവനത്തിലാണ് ഈ രുചിയൊരുങ്ങുന്നത്. മഞ്ചേശ്വരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിനത് തലവേദനയാകുമോ? ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പു പാലിച്ചാൽ പത്രിക പിൻവലിക്കാമെന്ന് അബ്ദുള്ള മാസ്റ്റർ. പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴി മൂടിയില്ല. ദേശീയപാതയിലെ പോസോട്ട് പാലത്തോട് ചേർന്നുള്ള സർവീസ് റോഡിൽ യാത്രക്കാർ ദുരിതത്തിൽ. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. 5 ദിവസങ്ങളിലായാണ് വാർഷിക മഹോത്സവം നടക്കുക. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ML അശ്വിനി BJP സ്ഥാനാർത്ഥി. ആകാംക്ഷയ്ക്കും ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടാണ് കാസർഗോഡ് ML അശ്വിനിയുടെ സർപ്രൈസ് എൻട്രിയുണ്ടായത്. വിജയം ഉറപ്പാണെന്നും ഭൂരിപക്ഷം കൂട്ടുവാനാണ് ശ്രമിക്കുകയെന്നും ML അശ്വിനി KCN ന്യൂസിനോട് പറഞ്ഞു. പ്രചരണത്തിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമെന്നും ചോദ്യത്തിന് മറുപടിയായി ML അശ്വിനി പറഞ്ഞു. കാത്തിരിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി ML അശ്വിനിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥിയാണ് ML അശ്വിനി. അന്ന് നടത്തിയ കരുത്തുറ്റ പ്രകടനവും ഒപ്പം മികച്ച സംഘാടകയെന്ന പേരുമാണ് ML അശ്വിനിക്ക് തുണയായത്. വിജയപ്രതീക്ഷ പങ്കുവെക്കുവാൻ ML അശ്വിനി നമ്മോടൊപ്പം ചേരുന്നു. മഞ്ചേശ്വരംകാരിയാണ്. അപ്പോൾ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? എങ്ങനെയാണ്? ഞാൻ മഞ്ചേശ്വരക്കാരിയായെങ്കിലും ഞാൻ ഒരു കാസർഗോഡ് ജില്ലാ അധ്യക്ഷ, അതേപോലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ തന്നെ 5 വർഷം കൊണ്ട് പ്രവർത്തകയായിട്ട് ഫുൾ ടൈം ആയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടുള്ളത്. അപ്പോൾ ഓരോരോ വീട്ടിലും അശ്വിനി ആരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ അശ്വിനി ഇവിടെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിരന്തരമായിട്ടാണ് ഞാൻ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമിൽ പോകുന്നുണ്ട്. ഏത് വീട്ടിൽ വിളിച്ചെങ്കിൽ ഞാൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു വീടിന്റെ ഒരു അംഗത്വമായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ വിജയപ്രതീക്ഷയുടെ അപ്പുറത്ത് ഞാൻ ഭൂരിപക്ഷം എത്ര കൂട്ടണം എന്നാണ് ഞാനിപ്പോ കൗണ്ട് ആക്കിക്കൊണ്ടുള്ളത്. തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങൾ ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ തിരഞ്ഞെടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ദ പീപ്പിൾ ഓഫ് ദ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുവൻസി ദേ നോ മീ പേഴ്സണലി. വർഷങ്ങളായി മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ആശങ്കകൾ? തീർച്ചയായിട്ടും ഇവിടെ കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ മുസ്ലിം ലീഗാണ് ഇവിടെ MLA ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടും നിരന്തരമായിട്ട് MLA ആയിട്ടും അതേപോലെ കേന്ദ്രത്തിലും പിന്നെ സ്റ്റേറ്റിലും പോലും അവരെ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നമ്മൾ നരേന്ദ്രമോദി സർക്കാർ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഡെവലപ്മെന്റ്സ് ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞെങ്കിൽ നാഷണൽ ഹൈവേ ആണ്. ഇവിടെ നമുക്കൊരു MLA പോലും ഇല്ല നമുക്ക്. എന്നാലും കേന്ദ്ര സർക്കാരും നമുക്ക് അതിന്റെ ക്രെഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു MLA മാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെവലപ്മെന്റ്സിന്റെ എന്താണ് വേഗം വരും എന്ന് ജനങ്ങൾക്ക് തിരിച്ച് അറിയാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് നൽകും. ജനങ്ങളോട്, കാസർഗോഡുകാരോട് എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് ഇനി എത്ര കാലമായിട്ടാണ് ഈ പഴയ കാസർഗോഡ് നോക്കിക്കൊണ്ട് നൽകുന്നത്? നമുക്കൊരു പുതിയ മാറ്റങ്ങൾ വേണ്ടേ? അപ്പോൾ പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട്, പുതിയ യുഗത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടും നിങ്ങൾ ഒരു അവസരം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പൊതുവെ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ വനിതകൾ മത്സരിക്കുന്നത് കുറവാണ്. അപ്പോൾ താങ്കൾ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നോക്കുന്നത്? കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് ആദ്യമായിട്ടല്ല വനിത മത്സരിക്കുന്നത്. എന്റെ കാൽ മുമ്പ് ജയലക്ഷ്മി ഭട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു മത്സരമാണ് അത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വനിതയോ അല്ലെങ്കിൽ മെന്നോ എന്ന് പറയുന്ന ഡിഫറൻസ് അല്ല. ബിക്കോസ് വനിതയ്ക്ക് കറുത്തുകൂടി കൂടുതലാണ്. ബിക്കോസ് വിമൻ എന്തെങ്കിലും നമ്മൾ സാധന ചെയ്യണമെന്ന് ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വർക്കുകൾ അതേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. കാസർഗോഡ് ജനതയ്ക്ക് കഴിഞ്ഞ 1.5 കൊല്ലം 2 കൊല്ലമായിട്ട് എന്നെ നന്നായിട്ട് അറിയാം.
ഞാൻ BJP ജില്ലാ പ്രസിഡന്റ് ആയിട്ട് വന്ന ശേഷം നിരവധി വിഷയങ്ങളിൽ ഇടപെട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പൊ അത് ഈ പ്രാവശ്യം ഈ ഇലക്ഷനിൽ കൂടി എനിക്ക് നല്ല പോസിറ്റീവായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെ നേതാക്കൾ കാസർഗോഡേക്ക് പ്രചരണത്തിനായി വരും? പ്രധാനമന്ത്രി അടക്കം എത്താനുള്ള ഒരു സാധ്യത? എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ബിക്കോസ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പ്രധാനമന്ത്രി ഇവിടെ വരണം എന്ന്. അപ്പൊ ഈ മെസ്സേജ് അങ്ങോട്ട് എത്തണം, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. അവസാനമായ ഒരു ചോദ്യം, എന്താണ് നിങ്ങളുടെ BJP-യുടെ മുദ്രാവാക്യം? എന്താണ് ഇത്തവണത്തെ? ഡെവലപ്മെന്റ് ആണ് നമ്മുടെ മുദ്രാവാക്യം. അതല്ലാണ്ട് മതിയായി MLA-മാർ നമുക്ക് വേണം വികസനം, നമുക്ക് വേണം സംരക്ഷണം. സോ ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. സോ വി നീഡ് ഡെവലപ്മെന്റ് ഫോർ ദ കാസർഗോഡ് അസംബ്ലി ഓൾസോ. എന്തായാലും മികച്ചൊരു വിജയപ്രതീക്ഷയാണ് ML അശ്വിനി പങ്കുവയ്ക്കുന്നത്. കൂടുതൽ ഭൂരിപക്ഷം നേടുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ML അശ്വിനി വ്യക്തമാക്കുന്നത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ പ്രചരണത്തിനായി എത്തുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. വിജയാരവ് മുഴക്കി UDF സ്ഥാനാർത്ഥി മാഹിൻ ഹാജിയുടെ റോഡ് ഷോ. കാസർഗോഡിന്റെ മണ്ണിൽ മനസ്സ് നിറച്ചുകൊണ്ട് കല്ലട്ര മാഹിൻ ഹാജി പ്രചരണ രംഗത്ത് സജീവമായി. കാസർഗോഡ് നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രഖ്യാപനത്തിന് ശേഷം രാത്രി 9 മണിയോടെ കാസർഗോട്ടെത്തിയ കല്ലട്ര മാഹിൻ ഹാജിയെ റെയിൽവേ സ്റ്റേഷനിൽ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും സ്വീകരിച്ചു. തുടർന്ന് മാലിക് ദിനാർ മഖാമിൽ പ്രാർത്ഥന നടത്തി. തളങ്കരയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ സ്വീകരിച്ചു. ബുധനാഴ്ച രാവിലെ വിവിധ നേതാക്കളെയും പ്രമുഖ നേതാക്കളെയും സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ചെർക്കളം അബ്ദുള്ളയുടെ വീട്ടിലെത്തിയ മാഹിൻ ഹാജിയെ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചു. വൈകുന്നേരം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ തളങ്കര പടിഞ്ഞാർ വരെ റോഡ് ഷോ നടത്തി. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോ നഗരത്തെ ഇളക്കിമറിച്ചു. പാതയോരങ്ങളിൽ കാത്തുനിന്ന ജനങ്ങളെ കൈവീശി അഭിവാദ്യം ചെയ്തു. എന്നെ നെല്ലിക്കുന്ന് MLA, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ AM കടവത്ത്, KE ബക്കർ, സെക്രട്ടറി അബ്ദുള്ളക്കുഞ്ഞി ചെർക്കള, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മാഹിൻ കേളോട്ട്, ജനറൽ സെക്രട്ടറി TM ഇക്ബാൽ, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് KM ബഷീർ, ജനറൽ സെക്രട്ടറി ഹമീദ് ബെദിര, UDF ജില്ലാ ലൈൻസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഗോവിന്ദൻ നായർ, KPCC ജനറൽ സെക്രട്ടറിമാരായ K. നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ ബാലകൃഷ്ണൻ പെരിയ, സാജിദ് മൗവൽ തുടങ്ങിയവർ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റംസാൻ നിലാവുദിച്ചാൽ മഞ്ചേശ്വരം ഉദ്യാവരം നിവാസികൾക്ക് ഒരു പ്രത്യേക രുചിയുടെ ഓർമ്മയുണ്ട്. മൈമൂന പള്ളിയുടെ ഇഫ്താർ വിരുന്നിലെ താരം അവിടുത്തെ സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയാണ്. എന്നാൽ ആ രുചിക്ക് പിന്നിൽ അരനൂറ്റാണ്ടുകാലത്തെ ഒരു മനുഷ്യന്റെ നിശബ്ദ സേവനമുണ്ടെന്ന് അധികമാർക്കും അറിയില്ല. ഉദ്യാവറുകാരുടെ സ്വന്തം അബ്ദുള്ളച്ചയുടെ വിശേഷങ്ങളിലേക്ക്. മഞ്ചേശ്വരം ഉദ്യാവരം മൈമൂന മസ്ജിദിലെ ഇഫ്താർ വിരുന്ന്. സമയമെടുക്കുന്തോറും പള്ളിയങ്കണത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രം, മൈമൂന മസ്ജിദിലെ അവിഖ്യാതമായ ഉലുവക്കഞ്ഞി. നാവിൻ തുമ്പിൽ ഒട്ടി നിൽക്കുന്ന ആ രുചിക്ക് ഇന്ന് 50 വയസ്സ് തികയുകയാണ്. 1976-77 കാലഘട്ടത്തിലാണ് അബ്ദുള്ള എന്ന പാചകക്കാരൻ ഈ മസ്ജിദിൽ ആദ്യമായി ഉലുവക്കഞ്ഞി തയ്യാറാക്കാൻ എത്തുന്നത്. പിന്നീടങ്ങോട്ട് 5 പതിറ്റാണ്ടുകൾ കടന്നുപോയി. തലമുറകൾ മാറിവന്നെങ്കിലും അബ്ദുള്ളച്ച തയ്യാറാക്കുന്ന കഞ്ഞിയുടെ രുചിക്ക് മാത്രം മാറ്റമില്ല. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും ഇദ്ദേഹം ഇന്ന് അബ്ദുള്ളച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബ്ദുള്ളച്ച ഉണ്ടാക്കുന്ന ആ രുചി വേറെ എവിടെയും കിട്ടില്ല. അതിൽ എന്ത് രഹസ്യമാണ് അദ്ദേഹം ചേർക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അത് അബ്ദുള്ളച്ചയുടെ ഒരു കൈപുണ്യം തന്നെയാണെന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. ഈ കഞ്ഞിയുടെ രുചിരഹസ്യം തേടി പലരും എത്താറുണ്ട്. മസാലക്കൂട്ടുകളാണോ അതോ പാരമ്പര്യ വിദ്യകളാണോ ഈ രുചിക്ക് പിന്നിലെന്ന് ഇന്നും അജ്ഞാതം. എന്നാൽ അബ്ദുള്ളച്ചയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും പാചകമല്ല, മറിച്ച് ദൈവത്തിനുള്ള സമർപ്പണമാണ്. ലാഭേച്ഛയമില്ലാതെ തികഞ്ഞ ഭക്തിയോടെയും സ്നേഹത്തോടെയും അദ്ദേഹം വിളമ്പുന്ന ഈ സേവനം ഇന്ന് മൈമുന മസ്ജിദിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ അതേ ആവശ്യത്തോടെ ഇന്നും അബ്ദുള്ളച്ച അടുപ്പിനരികെ നിൽക്കുന്നു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്നേഹത്തോടെ ഈ വിഭവം വിളമ്പുമ്പോഴാണ് തന്റെ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അർപ്പണബോധവും സ്നേഹവും ചേർത്തുവെച്ചാൽ ഏത് വിഭവവും അമൃതാകുമെന്ന് അബ്ദുള്ളച്ച നമുക്ക് കാണിച്ചു തരുന്നു. ഉദ്യാവരം മൈമുന മസ്ജിദിലെ ഈ ഇഫ്താർ കഞ്ഞി വരും വർഷങ്ങളിലും അബ്ദുള്ളച്ചയുടെ കൈപുണ്യത്തിലൂടെ വിശ്വാസികൾക്ക് ആശ്വാസമേകട്ടെ.
നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത് 50 വർഷമായി ഇവിടെ നമുക്ക് എനിക്കിപ്പോൾ 56 വർഷമായി. അപ്പോൾ ഞാൻ 50 വർഷത്തിൽ കാണുന്നുണ്ട്. പിന്നെ അയാൾ ഒരു നേരായ മനുഷ്യൻ. കഞ്ഞി ഭയങ്കര സൂപ്പർ, വെറുതെ കുടിച്ച കഞ്ഞി. പിന്നെ ആൾക്കാർ അതിനെ തേടിക്കൊണ്ട് വരും ഇവിടെ. ഏത് നമ്മൾ കറക്റ്റ് പള്ളിയിൽ നോമ്പ് തിരക്കുമ്പോൾ ടൈം ആകുമ്പോൾ ഉണ്ടാവും അങ്ങനത്തെ കഞ്ഞി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിനത് തലവേദനയുണ്ടാകുമോ? 89 വോട്ടിന് കെ സുരേന്ദ്രൻ തോൽവിയറിഞ്ഞ മണ്ഡലത്തിൽ ഇക്കുറിയും സുരേന്ദ്രൻ മത്സരരംഗത്തുള്ളതാണ് ഈ ചോദ്യമുയർത്തുന്നത്. മകൻ തട്ടിപ്പിനിരയായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മഞ്ചേശ്വരത്ത് ജനവിധി തേടുന്നത്. 2000-ഓളം വോട്ടുകളെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ KCN ന്യൂസിനോട് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മുൻ അധ്യാപക സംഘടനാ നേതാവായിരുന്ന കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. നേരത്തെ MLA ആയിരുന്ന PB അബ്ദുൾ റസാഖ് അന്തരിച്ചതിനെ തുടർന്ന് അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചിരുന്നു. അന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നാരോപിച്ചാണ് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു വിമത നീക്കത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? ഞാൻ വിമതനായിട്ടല്ല, സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. എൻ്റെ മകന് 2011 ഖത്തറിൽ സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പാറക്കൽ അബ്ദുള്ളാൻ്റെ മുത്താപ്പാൻ്റെ 2 മക്കൾ ഫസലും സിറാജും ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊരു ബിസിനസ് ആരംഭിച്ചിരുന്നു. ആ ബിസിനസ്സിൽ എൻ്റെ മകൻ ഷെയർ കൊടുക്കുകയും എൻ്റെ മകൻ്റെ കെയർ ഓഫിലായിട്ട് കുറേ ആളുകൾ 1,18,00,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. ആ സമയത്താണ് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞത് 2013. അങ്ങനെ 10 ദിവസത്തെ ലീവിന് അവന് നാട്ടിലേക്ക് വന്നു. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവർ കമ്പനി പൂട്ടി ഖത്തറിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. തുടർന്ന് മകൻ തിരിച്ചു വന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവർ തരാമെന്ന് പറഞ്ഞു. പിന്നെ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ വടകരയിൽ വെച്ച് പാറക്കൽ അബ്ദുള്ളാൻ്റെ നേതൃത്വത്തിൽ വടകര ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം ചേർന്ന് ചർച്ച നടത്തുകയും ആ ചർച്ച അലസിപ്പിരിക്കുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചു വന്നു. തുടർന്നാണ് ഞങ്ങൾ പല പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK ഫിറോസ്, നജീബ് കാന്തപുരം തുടങ്ങിയ ആളുകളൊക്കെ കണ്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. അവരൊക്കെ പരിഹാരം കാണാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ആരും ആ ഉറപ്പ് പാലിച്ചില്ല. ആ ഇടയിലാണ് PB അബ്ദുൾ റസാഖ് മരണപ്പെട്ട സാഹചര്യത്തിൽ ബൈ-ഇലക്ഷൻ വന്നു. MC കമറുദ്ദീൻ അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ നോമിനേഷൻ സ്വീകരിച്ച സമയത്താണ് MC കമറുദ്ദീൻ്റെ തെരഞ്ഞെടുപ്പ് സംഘാടക സമിതി ഉപ്പളയിൽ വെച്ച് നടന്നതെന്ന് കുഞ്ഞാലിക്കുട്ടിയും ET ബഷീറും KP മജീദെല്ലാം വന്നിരുന്നു. അങ്ങനെ വൈകുന്നേരം എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ MC കമറുദ്ദീൻ വിളിച്ചവർക്ക് അറിയിക്കുകയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നെ വിളിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാണണമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കാസർഗോഡ് നോമിനേഷൻ കൊടുത്ത് വന്നതാണ്, വിഷമമുണ്ട്, അല്ല നിങ്ങൾ വരണം, ഇന്ന് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും, നിങ്ങൾ 5 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന്. അങ്ങനെ ഞാനും മകനും എൻ്റെ മരുമനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അവിടെ VIP റൂമിൽ വെച്ച് ചർച്ച നടത്തി. ചർച്ചയിൽ ആൾ എന്നോട് പറഞ്ഞത്, മാഷേ ഞാൻ കുഞ്ഞാലിക്കുട്ടിയാണ്, ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ നടപ്പിലാക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം, നിങ്ങൾ നോമിനേഷൻ പിൻവലിക്കണം, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു കാര്യം പറയുമ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനെ ഞാൻ അത് അവിശ്വസിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ഞാനത് വിശ്വസിച്ചു. ഞാനത് നോമിനേഷൻ പിറ്റേന്ന് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചയാൾ ഞാൻ വേണ്ടി പിൻവലിക്കും, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 10 മണിയാകുമ്പോൾ അയാൾ വീണ്ടും വിളിച്ചു, ഞാനിത് പുറപ്പെടുന്നുണ്ട്, ഞാനിപ്പോൾ കളക്ടറേറ്റിലാണ് പോകുന്നത്, ഏതാനും നിമിഷത്തിനും കൂടെ എത്തി പിൻവലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കളക്ടറേറ്റിലേക്ക് എത്തിയപ്പോൾ അവിടെ മൂസാബി ചെർക്കളെ കാണുന്നു, അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി. മൂസാബി ചെർക്കളം ഇയാളൊരു ദൂതനായിട്ട് വന്നു എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഞാൻ പിൻവലിക്കുന്നതില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അങ്ങനെ കളക്ടറേറ്റ് എത്തിയപ്പോൾ 10:45 എനിക്ക് വീണ്ടും കുഞ്ഞാലിക്കുട്ടീൻ്റെ ഫോൺ വന്നു. അപ്പോൾ ഞാൻ കളക്ടറേറ്റിലുണ്ട്. അപ്പോൾ എന്നോട് വെച്ച് വേറെ ആരുണ്ട്, മൂസാബി ചെർക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്നത് ഞാൻ കുറേ നേരം അയാൾ വിളിച്ചു പറഞ്ഞു. 11:30 മണിയാകുമ്പോൾ ഞാൻ പിൻവലിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ പിൻവലിച്ചു, എൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ
തീരുമാനിക്കണമെന്ന് തീരുമാനിക്കും, തീർച്ചയായും തീരുമാനിക്കും. അപ്പോൾ MC കമറുദ്ദീൻ്റെ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ എല്ലാ MLA-മാർ മഞ്ചേശ്വരം മണ്ഡലത്തിലും ഫീൽഡ് നടത്തുകയാണ്. പാർക്കൽ അബ്ദുള്ള അടക്കമുണ്ട്. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു ദിവസം പിന്നെ ഈ നുള്ളിപ്പാടിലെ ഹൈവേ കാസ്റ്റയിൽ അവിടെ താമസിക്കുന്ന അടുത്തേക്ക് ഞങ്ങളെ വിളിച്ചു. ഞാനും എൻ്റെ മകനും ഞങ്ങളെ പ്രതിനിധിയായിട്ട് ചെയ്ത ഹാദി തങ്ങളും എൻ്റെ മരുമകനും അടക്കം ഞങ്ങൾ പോയി. അവിടെ കുഞ്ഞാലിക്കുട്ടിയും പാറക്കൽ അബ്ദുള്ളൻ്റെ ബോസ് പോക്കറും പിന്നെ ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യം ചോദിച്ചു എൻ്റെ മകനോട്. മകൻ പറഞ്ഞ് ഇത്ര പൈസ എന്നെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വലിയ പൈസയാണല്ലോ, 1,18,00,000 രൂപ, അതിപ്പോൾ മാനമായിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പാറക്കൽ അബ്ദുള്ളനോട് പറഞ്ഞു. അങ്ങനെ പറയുന്നതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട അയ്യാ തലങ്കര ആ സദസ്സിലേക്ക് കയറി വന്നു. അങ്ങനെ അവസാനം പാറക്കൽ അബ്ദുള്ള പറഞ്ഞു ആ കുട്ടീൻ്റെ അടുത്ത് പൈസയില്ല, എന്ത് ചെയ്യണം, അതൊന്നും പറയാൻ പറ്റൂല, നിങ്ങൾ ആ കുട്ടിയിൽ നിന്ന് കുട്ടീൻ്റെ കുടുംബത്തിൽ നിന്ന് പരമാവധി സ്വരൂപിക്കണം, ബാക്കി നിങ്ങൾ രണ്ടുപേർ കൂടിയിട്ട് മാനമായ നിലയിലുള്ള പൈസ കൊടുക്കും, ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ടില്ല, നല്ലൊരു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഒത്തുപോയിട്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ച് പറഞ്ഞ് മാഷെ ഇങ്ങോട്ട് വാ, അവർ പൈസ തന്നില്ലെങ്കിൽ എന്നോട് നിങ്ങൾ പറയണം, ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരുന്നു. ആ പറഞ്ഞിട്ട് 7 കൊല്ലമായി. അതിൻ്റെ ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, പരാതി അയച്ചാൽ അത് സ്വീകരിക്കുന്നില്ല, അത് നോക്കുന്നില്ല, ഒരു മറുപടിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ഈ ടൂറിസ്റ്റ് ഹോമിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അറിഞ്ഞ് ഞങ്ങളും എൻ്റെ മകൻ ഞങ്ങളെല്ലാവരും വന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ് നിങ്ങൾ ഒത്ത പൈസ കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല, എന്നാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ പൈസ നിങ്ങൾക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ കുഞ്ഞാലിക്കുട്ടി 7 വർഷമായി ഒരു വിഷയമില്ല, കാണാൻ പറ്റുന്നില്ല, ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല, ഒരു ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി പറ്റിച്ച സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഷേധം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാമാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പറ്റിച്ചത് കൊണ്ട് ഞങ്ങൾ അതിന് ഒരു പ്രതിഷേധം നിൽക്കാണ് മറ്റന്നാൾ അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ സ്വതന്ത്രനായിട്ട് തീരുമാനിച്ചു. എന്തായാലും വളരെ വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്ന ഒരു മണ്ഡലമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ താങ്കളുടെ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി ഉണ്ടാകുവാനൊരു സാധ്യത? അത് അവർ തീരുമാനിക്കണം. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് മഞ്ചേശ്വരത്തിൻ്റെ വിജയപരാജയം എന്ന് എപ്പോഴും പറയുന്ന ആളാണ് AK മഷ്റഫ്. അപ്പോൾ അവർ തീരുമാനിക്കണം അത് വേണോ വേണ്ടെന്നുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇന്നത്തെ AK മഷ്റഫ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടാൽ ഞാൻ പിൻവലിക്കും, ഞാൻ നോമിനേഷൻ കൊടുക്കില്ല. അല്ല, നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണോ ലക്ഷ്യം, അല്ല കേവലം പ്രതിഷേധം എന്നുള്ളതാണ്? ജയിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കുന്ന പാരമ്പര്യമില്ലല്ലോ ഇവിടെ. അത് പിന്നെ പത്തനംതിട്ടയിലല്ലാണ്ട് വേറെ എവിടെയും വിജയിച്ച ചരിത്രമില്ല. അതുകൊണ്ട് നമുക്ക് പരമാവധി വോട്ട് നമ്മൾക്ക് ചെയ്യുന്ന എൻ്റെ ബന്ധുക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പരമാവധി ഒരു 2,00,000 വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. വലിയൊരു കുടുംബത്തിലെ അംഗമാണ് താങ്കളുടെ ഒരുപാട് കുടുംബാംഗങ്ങൾ ഈ മഞ്ചേശ്വരം ഭാഗത്തുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഏറെക്കുറെ നിങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര വോട്ടുകൾ കിട്ടുമെന്നാണ്? അത് 1,500-2,000 ഇടയിലെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനുള്ളത്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന സംഘടനാപരമായിട്ട് അന്നത്തെ കുറേ ആളുകൾ എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവർ എനിക്ക് വോട്ട് തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനുണ്ട്. ഈ വിവരം ഇപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ടല്ലോ, അന്ന് മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും താങ്കളെ സന്ദർശിക്കുക? സാധാരണയുള്ള പ്രവർത്തകർ നേതാക്കന്മാരും വിളിച്ചിട്ടില്ല. സാധാരണയുള്ള കുമ്പളയിലെ പ്രവർത്തകരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ കൊടുക്കും. അപ്പോൾ എന്താണ് നിലവിലെ താങ്കളുടെ ആവശ്യം? എൻ്റെ മകന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒത്ത പണം കിട്ടണം. പണം കിട്ടിയാൽ ഞങ്ങൾ വിഡ്രോ ചെയ്യും, നോമിനേഷൻ കൊടുക്കില്ല കിട്ടിയാൽ. എന്തായാലും കുഞ്ഞാലിക്കുട്ടി ഈ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നാണ് ഈ നമ്മുടെ കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ നമ്മോട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ തയ്യാറാണെന്നും കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ വ്യക്തമാകുന്നു. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഏറെക്കുറെ 2000 വോട്ടുകൾ ലഭിക്കുമെന്നും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ദേശീയപാതയിലെ പോസോട്ട് പാലത്തോട് ചേർന്നുള്ള സർവീസ് റോഡിൽ അധികൃതരുടെ അനാസ്ഥ മൂലം യാത്രക്കാർ ദുരിതത്തിലാകുന്നു. മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴി മൂടാത്തതാണ് ഇപ്പോൾ അപകടക്കെണിയായി മാറിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഈ സർവീസ് റോഡിനടിയിലൂടെ കടന്നുപോകുന്ന ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത് തടയാനാണ് റോഡിന് നടുവിൽ വലിയ കുഴിയെടുത്തത്. എന്നാൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞിട്ടും കുഴി കൃത്യമായി മൂടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സർവീസ് റോഡ് ഇടുങ്ങിയതായതിനാലും
കുഴി റോഡിന്റെ വളവിലായതിനാലും വാഹനയാത്രക്കാർക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. രാത്രികാലങ്ങളിൽ തെരുവ് വിളക്കുകളുടെ കുറവ് കാരണം ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവാകുന്നു. കുഴി ഒഴിവാക്കി വാഹനമോടിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും മുതിർന്ന പൗരന്മാരും ഈ റോഡിലൂടെ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു ചെറിയ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴി മാസങ്ങളോളം മൂടാതെ ഇടുന്നത് അധികൃതരുടെ വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിത്യേന അപകടങ്ങൾ നടന്നിട്ടും അധികൃതർ മൗനം പാലിക്കുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമുയരുന്നുണ്ട്. ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഇത് പൊസോട്ട് മൽഹർ പാലത്തിൻ്റെ അടുത്തുള്ള അവസ്ഥയാണിത്. 1.5 മാസം മുമ്പ് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് തുറന്നപ്പോൾ പൈപ്പ് ഡാമേജ് ആയിട്ട് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആദ്യം പൈപ്പ് ലൈന് ടെസ്റ്റിന് വേണ്ടിയിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ പൈപ്പ് തുറന്നപ്പോൾ ഇവിടെ JCBയിൽ പണിയെടുക്കുമ്പോൾ മുമ്പ് പൈപ്പ് പൊട്ടിയിരുന്നു. അപ്പോൾ ഒരു 3-4 മണിക്കൂറോളം ഇങ്ങനെ വെള്ളം വന്നിട്ട് ഈ അവസ്ഥയിൽ ആയിപ്പോയി. അവർ വന്നിട്ട് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് പോയി. അവർ തിരിച്ചവർ ഈ 1.5 മാസം പറയുമ്പോൾ നാളെ വരാമെന്ന് പറയുന്നു. ഈ ബന്ധപ്പെട്ടവർക്ക് കുറേ പ്രാവശ്യം ഹൈവേൻ്റെ അവർക്കെല്ലാം ഞങ്ങൾ വിളിച്ചു. ഇവിടെ എപ്പോഴും നോക്കുമ്പോൾ ആക്സിഡൻ്റ് ആകുന്നുണ്ട് ഈ സ്ഥലം. അത് ഈ ഫോട്ടോത്തിൽ കാണാം എങ്ങനെ ആക്സിഡൻ്റ് ആകുന്നത്. ഇങ്ങോട്ടൊന്നും വരുമ്പോൾ ഇവിടെ ഇത് കൺട്രോൾ കിട്ടുന്നില്ല. എത്രയോ സ്കൂട്ടറുടെ സ്കിഡായിട്ട് വീണിട്ട്. ഇത് ബന്ധപ്പെട്ടവർ ഇതിനെ നടപടിയെടുക്കുന്നുണ്ടോ ഇല്ലയോ? അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പരിശുദ്ധ റമദാനിൽ ഉദിനൂർ തെക്കേപ്പുറം മാതൃകാ അങ്കണവാടിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കുരുന്നുകളും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ ഉദിനൂർ തെക്കുംപുറം മാതൃകാ അങ്കണവാടിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. അങ്കണവാടി പരിസരത്ത് നടന്ന സംഗമം പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം PK പുഷ്പ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ KV ശൈലജ അധ്യക്ഷത വഹിച്ചു. A പത്മനാഭൻ, AG കമറുദ്ദീൻ, A ഗോപാലൻ, ഖലീഫ ഉദിനൂർ, KP കുഞ്ഞമ്പു, C സുരേന്ദ്രൻ, CV രാഗി, V സൂര്യകീർത്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രോത്സവത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 5 ദിവസങ്ങളിലായാണ് വാർഷിക മഹോത്സവം നടക്കുന്നത്. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ഗണപതി ഹോമവും ഉഷപൂജയും നടന്നു. തുടർന്ന് 10:45 മുതലുള്ള ശുഭമുഹൂർത്തത്തിൽ ഉത്സവത്തിന് കൊടിയേറി. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവക്കൊടിയേറ്റത്തിന് ക്ഷേത്രത്തിലെത്തിയത്. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. വിവിധ ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ 5 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M. ബൽരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉജ്ജ്വല തുടക്കം. പുതിയ കോട്ടയിൽ നിന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് റോഡ് ഷോ നടത്തി. കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M. ബൽരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉജ്ജ്വല തുടക്കം കുറിച്ചു. ഏച്ചിക്കാനം കല്യാണത്തെ സ്മൃതി മണ്ഡപത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ BJP സംസ്ഥാന കമ്മിറ്റി അംഗം A. വേലായുധൻ, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി V. കുഞ്ഞിക്കണ്ണൻ ബളാൽ, മണ്ഡലം പ്രസിഡന്റുമാരായ M. പ്രശാന്ത്, വിനീത് മുണ്ടമണി, ജനറൽ സെക്രട്ടറിമാരായ KK വേണുഗോപാൽ, ശ്രീജിത്ത് പർക്ലായി, ബിജി ബാബു, സെക്രട്ടറിമാരായ M. പ്രദീപൻ, വൈശാഖ് മാവുങ്കാൽ, P. മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് P. നാരായണി, മഹിളാ മോർച്ച കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് K. ശോഭന, E. കൃഷ്ണൻ, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് M. പ്രകാശൻ, ജനറൽ സെക്രട്ടറി രതീഷ് കല്യാണം, അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗംഗാധരൻ രാംനഗർ തുടങ്ങി നിരവധി പാർട്ടി പ്രവർത്തകർ ഷോളണീച്ച് സ്വീകരിച്ചു. മടിക്കൈ കമാരൻ, KP ഭാസ്കരൻ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളുടെയും മൺമറഞ്ഞവരുടെ വീടുകളിലെത്തി അനുഗ്രഹം തേടി. വൈകിട്ട് പുതിയ കോട്ടയിൽ നിന്ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് റോഡ് ഷോ നടത്തി. വാദ്യമേള അകമ്പടിയോടുകൂടി BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, സ്ത്രീകൾ അടക്കമുള്ള നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തരിശിട്ട വയലിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവുണ്ടാക്കി തൃക്കരിപ്പൂർ കക്കുന്നം താലിച്ചാലം കർഷക കൂട്ടായ്മ. മത്തനും വെള്ളരിയും കക്കരിയും വെണ്ടയും മധുരക്കിഴങ്ങും ഇവർ വിളയിച്ചെടുത്തു. കക്കുന്നം താലിച്ചാലം പാടശേഖരത്തിലെ മുച്ചിലോട്ട് ക്ഷേത്രത്തിന് സമീപത്ത് 3 വർഷത്തിലധികമായി തരിശിട്ട വയലിലാണ് പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്തത്. 50 സെന്റ് വയലിലാണ് കക്കുന്നം താലിച്ചാലം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ചെയ്തത്. തൃക്കരിപ്പൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് K. സജിത്ത് ഉൾപ്പെടെ 8 പേരുള്ള കൃഷി കൂട്ടായ്മ 3 മാസം മുമ്പാണ് രൂപം കൊണ്ടത്. കൃഷിവകുപ്പിന്റെ തരിശ് പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരമാണ് കൃഷി ഇറക്കിയത്. വെള്ളരി, മത്തൻ, കക്കിരി, വെണ്ട തുടങ്ങിയ പച്ചക്കറികൾക്ക് പുറമെ മധുരക്കിഴങ്ങ്, തണ്ണിമത്തൻ തുടങ്ങിയവയും കൂട്ടായ്മ കൃഷി ചെയ്തു. മുച്ചിലോട്ട് ക്ഷേത്രത്തിനു സമീപത്തെ വയലിൽ നടന്ന പച്ചക്കറി വിളവെടുപ്പ് തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A. രജിന ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് അംഗം TV ഹരീഷ് അധ്യക്ഷത വഹിച്ചു. VM ബാബുരാജ്, PV പ്രഭാകരൻ, PV ദാമോദരൻ, P. കുഞ്ഞികൃഷ്ണൻ, CP ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. 2 മാസത്തിനകം 1ാം വിള നെൽകൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന പരിപാടിയുടെ ഉദ്ഘാടന വേദിയാണിത്. ഇവിടെ നമ്മുടെ തളിച്ചാലം A ഗ്രേഡ് ക്ലസ്റ്ററിൻ്റെ അംഗങ്ങൾ ചേർന്ന് വർഷങ്ങളായിട്ട് തീരെ കൃഷി ചെയ്യാതിരുന്ന വയൽ ഇപ്പം പച്ചക്കറി കൃഷിയിലൂടെ കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ്. മത്തൻ, വെള്ളരി, വെണ്ട, പിന്നെ തണ്ണിമത്തൻ, കക്കിരി ഇങ്ങനെയുള്ള പലതരം, കൂടാതെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെ അവർ കൃഷിക്ക് വേണ്ടി, ഈ സ്ഥലം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരികയാണ്. പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPIM അജാനൂർ കടപ്പുറം ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച VS സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഫോട്ടോ അനാച്ഛാദനവും നടത്തി. CPIM അജാനൂർ കടപ്പുറം ഫസ്റ്റ് ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച VS സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. EMS ദിനത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. MLA M. രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ രാജ്ഭവനോട് ഇങ്ങനെ പറയാം,
ഒരു വീടിൻ്റെ ഗൃഹപ്രവേശനം മാതിരിയാണ് ഇവിടുത്തെ വനിതാ സഹാക്കളുടെ എല്ലാം ഒരു സമീപനം. അത്രമാത്രം ഹൃദയത്തിൽ പാർട്ടിയെ കൊണ്ട് നടക്കുന്ന ഒരു പ്രദേശം. പാർട്ടിയുടെ ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഫലപ്രദവും കാര്യക്ഷമമായിട്ട് രീതിയിൽ ഏറ്റെടുത്ത് ജനങ്ങളെയാകെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും പ്രസ്ഥാനമായി CPIM-നെ വളർത്താൻ അനുദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അജാനൂർ കടപ്പുറം ഫസ്റ്റ് ബ്രാഞ്ചിലെ മുഴുവൻ സഖാക്കളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുക. ഒപ്പം നമുക്ക് ഈ മനോഹരമായ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഇവിടെ സ്വാഗത പ്രാസംഗിക സഖാവ് സുമ സൂചിപ്പിച്ചതുപോലെ നല്ല നിലയിൽ സഹായിക്കാൻ നമ്മുടെ ഗൾഫിലെ ഈ നാട്ടുകാരായിട്ടുള്ള സഖാക്കൾ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരുൾപ്പെടെ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. CK രാജ്മോഹൻ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ കാറ്റാടി കുമാരൻ അധ്യക്ഷത വഹിച്ചു. PK നിശാന്ത്, M പൊക്ലൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, മൂലക്കണ്ണം പ്രഭാകരൻ, K സബീഷ്, M രാഘവൻ, K ഗംഗാധരൻ, VV തുളസി, MV നാരായണൻ, കമലാക്ഷൻ കൊളവയൽ, PK കണ്ണൻ, അപർണ K, അശോകൻ ഇട്ടമൽ, നിജിഷ, വിനിത ചന്ദ്രൻ, അഹമ്മദ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. സുമാരാജൻ സ്വാഗതവും പ്രജിത് ലാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ തിരിച്ചറിയൽ കാർഡ് വിതരണവും നേതൃപരിശീലന ക്ലാസും കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു. AKPS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ തിരിച്ചറിയൽ കാർഡ് വിതരണവും നേതൃത്വ പരിശീലന ക്ലാസും കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ TV-യുടെ അധ്യക്ഷതയിൽ AKPS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ അതിന് ധർണാ സമരമടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംഘടനയുടെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സീഡിൽ അതിൽ നിന്നും പിന്മാറി. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? മുൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി നേതൃത്വ പരിശീലന ക്ലാസ് നയിച്ചു. മറ്റു ജില്ലാ കമ്മിറ്റികൾ, മേഖലാ കമ്മിറ്റികൾ, യൂണിറ്റ് കമ്മിറ്റികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ 3 വർഷം കഴിഞ്ഞിട്ടും സാന്ത്വനം എന്ന പദ്ധതി ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ലിപ് ടു ലീഡ് എന്ന വിഷയത്തിൽ JCS അന്താരാഷ്ട്ര പരിശീലകൻ V വേണുഗോപാൽ ക്ലാസ് എടുത്തു. സംസ്ഥാന ട്രഷറർ സജീഷ് മണി, സംസ്ഥാന വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഹരീഷ് പാലക്കുന്ന, സംസ്ഥാന കമ്മിറ്റി അംഗം VN രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ രഞ്ജി ഐ മാജിക്, സുരേഷ് ആചാര്യ, ജോയിന്റ് സെക്രട്ടറിമാരായ അനിൽ കാമലോൻ, മനു എല്ലാറ, ജില്ലാ PRO രാജീവൻ സ്നേഹ, ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് നീലായി, ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ രേഖ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പ്രജിത് NK സ്വാഗതവും ജില്ലാ ട്രഷറർ സുധീർ K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ നൈഫിൾ അസോസിയേഷന്റെ 2025-26 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഇഫ്താർ സംഗമവും നടന്നു. ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ 2025-26 വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ A ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഡോക്ടർ CK സബിത മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ജനറൽ ബോഡി യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. ഇഫ്താർ വിരുന്നിന് പങ്കെടുക്കാനാണ് ക്ഷണം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6:53 വന്നു. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. കാരണം വളരെ കൃത്യതയോട് കൂടിയിട്ട് ഓരോ പരിപാടികളും പ്ലാൻ ചെയ്ത് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടും അത് ഏറ്റവും ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുന്നവരാണ് ഇതിൻ്റെ മെമ്പർമാർ ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് മുന്നേ തന്നെ അറിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തറ പോലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും മഹത്തായ ഒരു സംരംഭം തന്നെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു വലിയ അഭിമാനത്തിന് ഇടനൽകുന്ന ഒരു കാര്യം തന്നെയാണ്. യോഗത്തിൽ അഡ്വക്കേറ്റ് KA നാസർ സ്വാഗതവും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. AK ഫൈസൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. PV രാജേന്ദ്രകുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ML അശ്വിനി BJP സ്ഥാനാർത്ഥി. വിജയമുറപ്പെന്നും ഭൂരിപക്ഷം കൂട്ടുവാനാണ് ശ്രമിക്കുകയെന്നും ML അശ്വിനി. വിജയാരവം മുഴക്കി UDF സ്ഥാനാർത്ഥി മാഹിൻ ഹാജിയുടെ റോഡ് ഷോ. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ കല്ലട്ര മാഹിൻ ഹാജി പ്രചരണ രംഗത്ത് സജീവമായി. മഞ്ചേശ്വരം മൈമൂന പള്ളിയുടെ ഇഫ്താർ വിരുന്നിലെ താരം സ്പെഷ്യൽ ഉലുവക്കഞ്ഞി. അരനൂറ്റാണ്ടുകാലത്തെ ഒരു മനുഷ്യന്റെ നിശബ്ദ സേവനത്തിലാണ് ഈ രുചിയൊരുങ്ങുന്നത്.
മഞ്ചേശ്വരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിനത് തലവേദനയാകുമോ? ലീഗ് നേതൃത്വം നൽകിയ ഉറപ്പു പാലിച്ചാൽ പത്രിക പിൻവലിക്കാമെന്ന് അബ്ദുള്ള മാസ്റ്റർ. പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴി മൂടിയില്ല. ദേശീയപാതയിലെ പോസോട്ട് പാലത്തോട് ചേർന്നുള്ള സർവീസ് റോഡിൽ യാത്രക്കാർ ദുരിതത്തിൽ. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. 5 ദിവസങ്ങളിലായാണ് വാർഷിക മഹോത്സവം നടക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.